പ്രിയൻ, ഈ ബ്രിട്ടീഷ് വിമാനത്തെ ജാമാക്കി താഴെ ഇറക്കിയതാണ് എന്ന രീതിയിൽ വാർത്തകൾ വരുന്നു. അത് കരുതിക്കൂട്ടി ചെയ്തതാണെന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് ഇതിൻ്റെ വാസ്തവം? അതായത് ഇതിനെ പറ്റിയിട്ട് പല തിയറികളും, ഈ യുദ്ധവിമാനം തിരുവനന്തപുരത്തേക്ക് വന്നിറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് അഭ്യൂഹങ്ങൾ പരന്നിരുന്നു, പല രീതിയിലുള്ള. അതെന്തിനാണ് ഇന്ത്യയിൽ വന്നത്? ആ സമയത്ത് ഈ ഇറാൻ ഇസ്രയേൽ സംഘർഷമൊക്കെ നടക്കുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടായിരുന്നു. ഇറാനെ ആക്രമിക്കാൻ വേണ്ടി പോകുന്നതാണോ, അവിടെ പോയി അടിക്കാൻ വേണ്ടിയിട്ടാണോ ഇതിവിടെ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ വ്യക്തമാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്യൂവൽ തീരാറായിരുന്നു, അത് സാങ്കേതിക തകരാറ് വന്നു, മോശം കാലാവസ്ഥയാണ്, പലതവണ ഈ പറയുന്ന ബ്രിട്ടീഷ് വിമാനവാഹിനി കപ്പലിലേക്ക് ഇറങ്ങാനായി ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല, അങ്ങനെയാണ് ഇവിടേക്ക് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ യുദ്ധവിമാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റെൽത്ത് യുദ്ധവിമാനമാണ്. ഇത് പറന്നു പോകുന്ന അറിയാൻ കഴിയില്ല, അതായത് റഡാർ സംവിധാനങ്ങൾക്ക് ഇതിനെ കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാങ്കേതിക ശേഷിയുള്ള ഒരു യുദ്ധവിമാനം തിരുവനന്തപുരത്തേക്ക് വന്നിറങ്ങിയപ്പോൾ വലിയ ആശങ്കകളുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് പലരും പറഞ്ഞ പല തിയറികളും ആ സമയത്ത് വന്നു. അവസാനം പറഞ്ഞ പല തിയറികളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇതൊരു സ്ട്രാറ്റജിക് മൂവായിരുന്നു. ഇന്ത്യ എങ്ങനെയാണ് നാറ്റോ രാജ്യങ്ങളിലെ ഒരു അംഗത്തെ എങ്ങനെ ഇവിടെ സ്വീകരിക്കുമോ, അവർക്കൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ യുദ്ധഘട്ടത്തിൽ അവരുടെ വിമാനത്തെ ഇവിടെ സ്വീകരിക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പരീക്ഷണമായിരുന്നു ഇത് എന്നായിരുന്നു, ഒരു നിശബ്ദമായ ഒരു ഓപ്പറേഷൻ ആയിരുന്നു എന്നൊക്കെയുള്ള വാദങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അഭ്യൂഹങ്ങൾ ആ സമയത്ത് വന്നു. OLX-ലിട്ട് വിക്യാമറ നോക്കി ഈ പറയുന്ന പാട്ട വരയ്ക്കുന്ന കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അപമാനിക്കുന്നതാണ് ബ്രിട്ടീഷുകാർ. പക്ഷേ ഈ പറയുന്ന യുദ്ധവിമാനത്തെ പറ്റിയിട്ട് ഒരുപാട് അഭ്യൂഹങ്ങൾ വന്നു. അഭ്യൂഹങ്ങളിൽ ഇപ്പോൾ പരക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യൻ റഡാർ സംവിധാനത്തിനകത്തേക്ക് കടന്നപ്പോൾ ഇന്ത്യ ഇതിനെ ജാമാക്കി താഴെ ഇറക്കി എന്നുള്ളതാണ്. ഇന്ത്യ അതിനെ ലോക്ക് ചെയ്ത് താഴെ ഇറക്കി. അങ്ങനെയാണ് അതിൻ്റെ സാങ്കേതിക സംവിധാനത്തിനെ എല്ലാം ജാമാക്കി, ഇന്ത്യയുടെ കരുത്താണ്, കഴിവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് വാർത്തകൾ. പക്ഷെ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. ഇത് ട്രാക്കിംഗ് എന്ന് പറയും. അതായത് നമ്മളുടെ റഡാർ സിസ്റ്റത്തിലേക്ക് ഒരു വിമാനം വന്നാൽ, അതായത് നമ്മളുടെ സമുദ്രാതിർത്തിക്കുള്ളിലോ നമ്മളുടെ ഭൂമിയുടെ അതിർത്തിക്കുള്ളിലോ എവിടെയെങ്കിലും ഒരു വിമാനം വന്നാൽ നമുക്കതിനെ ട്രാക്ക് ചെയ്യാൻ കഴിയും. ട്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിമാനത്തിൻ്റെ ഏത് വിമാനമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ സഞ്ചാരപാത കണ്ടെത്തുക, അതെവിടേക്കാണ് പോകുന്നതെന്ന് തിരിച്ചറിയുക, അത് ഏത് രാജ്യത്തിൻ്റെതാണെന്ന് തിരിച്ചറിയുക, ഇങ്ങനെ കുറേ സംവിധാനങ്ങളാണുള്ളത്. അതാണ് ട്രാക്കിംഗ്. പിന്നെ ലോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിമാനത്തെ അതിൻ്റെ നിയന്ത്രണത്തെ ഇല്ലാതാക്കുകയല്ല ചെയ്യുന്നത്, പകരം ലോക്കിംഗ് എന്ന് പറയുന്ന സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിരന്തരമായി പിന്തുടരുക എന്നുള്ളതാണ്. നിരന്തരമായി അതിൻ്റെ എങ്ങോട്ടാണിത് പോകുന്നത് എന്നുള്ളത് നിരീക്ഷിക്കുക എന്നുള്ളതിനെയാണ് ലോക്കിംഗ് എന്ന് പറയുന്ന വാക്ക് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ വാക്ക് കേട്ടിട്ടായിരിക്കണം പലരും വിചാരിച്ചു ഇന്ത്യ അതിനെ ലോക്ക് ചെയ്ത് അതിനെ ജാം ചെയ്ത് താഴെ ഇറക്കി. ഒരിക്കലും ഒരു യുദ്ധവിമാനത്തിന് അങ്ങനെ പുറത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു തരംഗം ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അതിൻ്റെ കമാൻഡിനെ ജാം ചെയ്തോ ഒന്നും താഴെ ഇറക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു സംവിധാനവും ലോകത്തില്ല. പക്ഷേ അത് മാത്രവുമല്ല, ഇത്തരത്തിലുള്ള F-35 പോലുള്ള വലിയ മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്ത് ആണ് F-35B എന്നാണ് അതിൻ്റെ പേര്. ഇസ്രയേലും ബ്രിട്ടീഷ് കമ്പനിയും കൂടെ, ബ്രിട്ടീഷ് വ്യോമസേനയും കൂടെ ചേർന്നിട്ടാണ് ഇതിനെ മോഡിഫൈ ചെയ്തത്. അമേരിക്കയുടെ F-35നെ F-35B എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് മാറ്റി ഒരുപാട് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ യുദ്ധവിമാനമാണ് വന്നിറങ്ങിയത്. അപ്പോൾ ഇതിനെ അങ്ങനെ ജാം ചെയ്യാനോ ലോക്ക് ചെയ്യാൻ കഴിയും, ജാം ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ജാം ചെയ്ത് അതിനെ നിയന്ത്രിച്ച് അതിനെ തകരാറ് സംഭവിപ്പിച്ച് താഴെ ഇറക്കാനൊന്നും കഴിയില്ല. അങ്ങനെ താഴെ ഇറക്കി അതിനെ തകരാറ് സംഭവിച്ചു, ഇന്ത്യയുടെ ടെക്നോളജി അത്ര മികച്ചതാണെന്ന് പറഞ്ഞ് ചില ഫേസ്ബുക്ക് പേജുകളിലൊക്കെ ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നു. അത് വെച്ചിട്ടാണ് പലരും ഈ അഭ്യൂഹങ്ങൾ പരത്തുന്നത് ഇന്ത്യ അതിനെ ജാം ചെയ്ത് താഴെ ഇറക്കിയെന്ന്. ഒരിക്കലും ഇന്ത്യ അങ്ങനെ ചെയ്തിട്ടില്ല. അതുപോലെ ഈ ബ്രിട്ടൻ പോലുള്ള ഒരു സൗഹൃദ രാഷ്ട്രത്തിനോട് അത്തരത്തിലുള്ള പ്രവൃത്തിയൊന്നും ഇന്ത്യ ചെയ്യില്ല, അങ്ങനെ ചെയ്യാനും കഴിയില്ല. ഇത് സ്വാഭാവികമായിട്ട് ഇവിടെ വന്നിറങ്ങിയത്. പക്ഷേ ഒരു സംഭവം വാസ്തവമാണ്, ലോകത്തിന് മുമ്പിൽ ബ്രിട്ടനും അമേരിക്കയൊക്കെ നാണം കെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വിമാനത്തിൻ്റെ തകരാർ പരിഹരിക്കാൻ കഴിയുന്നില്ല, ഇതിൻ്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുന്നില്ല, ഇതിനെ നന്നാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു തകരാർ ഈ വിമാനത്തിനുണ്ട് എന്നുള്ളത് വലിയ രീതിയിൽ ചർച്ചയാകുന്നു. ഇത്തരം തകരാർ സംഭവിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം വരുന്നു. അപ്പോൾ ഇവരതിനെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അതായത് എയർലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു വിമാനത്തിൽ, ചരക്ക് വിമാനത്തിൽ ഒരു വലിയ ഈ പറയുന്ന എയർഫോഴ്സിൻ്റെ തന്നെ, ബ്രിട്ടീഷ് എയർഫോഴ്സിൻ്റെ തന്നെ ഒരു പ്രതിരോധ ചരക്ക് നീക്കത്തിന് ഉപയോഗിക്കുന്ന വിമാനം കൊണ്ടുവന്ന് ആ വിമാനത്തിനകത്ത് കയറ്റി കൊണ്ടുപോകുക. അതെ, വലിയ തലവേദനയായി. അപ്പോൾ പ്രിൻസ് ഓഫ് വെയിൽ എന്ന് പറയുന്ന ഒരു വിമാനവാഹിനി കപ്പലിൽ നിന്നാണ് അത് പറന്നു പൊങ്ങിയത്. അവരൊരു യൂഷ്വൽ എക്സസൈസിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടേക്ക് വന്നതും. പക്ഷേ എന്ത് ചെയ്യാന്ന്, ഇങ്ങനെ ഒരു തകരാറ് സംഭവിച്ചു പോയി, ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചു പോയി, പല പല കാരണങ്ങൾ അതിലുണ്ട്. അങ്ങനെയാണത് ഇതായത്. പക്ഷേ എന്തായാലും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സിവിലിയൻ എയർപോർട്ടിലാണല്ലോ ഇറങ്ങിയത്. വലിയ ആകാംക്ഷയായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ആലോചന നടക്കുന്നതെന്ന് വെച്ചാൽ
ഇവർക്ക് ഈ വിമാനത്തിന് ഒരുപാട് തകരാറുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ അമേരിക്കയുടെ F-35 വാങ്ങിക്കുന്നതിൽ നിന്നൊക്കെ പിന്മാറാനുള്ള സാധ്യതകൾ കൂടി ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളത് കൂടി പരിഗണിക്കുന്നുണ്ട്. ഈ വിമാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പറന്നിറങ്ങാനും പറന്ന് പൊങ്ങാനും ഒരു സ്ഥലത്ത് നിന്നിട്ട് തന്നെ പറന്ന് പൊങ്ങാൻ കഴിയും. ഹെലികോപ്റ്ററൊക്കെ ഏത് വിധത്തിൽ പൊങ്ങുമോ അതുപോലെ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വിമാനം ഇവിടെ പാർക്ക് ചെയ്തിരിക്കും. നമുക്കറിയാമല്ലോ, നമ്മുടെ നഗരത്തിൽ പലയിടത്ത് പോയി കഴിഞ്ഞാൽ പേ ആൻഡ് പാർക്കുണ്ട്. അതുപോലെ ഈ നഗരത്തിൽ പാർക്ക് ചെയ്യുന്നതിന് പൈസ, ഈ വിമാനത്താവളത്തിൽ പാർക്ക് ചെയ്യുന്നതിന് പണം കൊടുക്കേണ്ടി വരും. അതായത് വാടക, ഈ വിമാനത്താവളം ഉപയോഗിക്കുന്നതിനും വിമാനത്താവളത്തിൽ ഇത് വന്ന് ഇറങ്ങുന്നതിനുമായിട്ടുള്ളതിൻ്റെ വാടക ഈ യുദ്ധവിമാനത്തിൻ്റെ ഉടമസ്ഥർ, അതായത് ബ്രിട്ടീഷ് എയർഫോഴ്സ് അദാനി ഗ്രൂപ്പിന് നൽകേണ്ടി വരും. അദാനിയാണല്ലോ ഈ വിമാനത്താവളത്തിൻ്റെ ഉടമസ്ഥൻ. അവർക്ക് നൽകേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന മറ്റൊരു വിവരം കൂടി. അതായത് മൊത്തത്തിൽ ഇതിപ്പോൾ ബ്രിട്ടന് വലിയ തലവേദനയായിരിക്കുന്നു, നാണക്കേടായിരിക്കുന്നു. അവരുടെ കയ്യിലുള്ള യുദ്ധവിമാനത്തിന് തകരാറുണ്ടെന്ന് വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ യുദ്ധവിമാനം ഇനി ഇവിടെ നിന്ന് മറ്റൊരു വിമാനത്തിൽ കയറ്റി കൊണ്ടുപോവുകയും വേണം. അങ്ങനെ വരുമ്പോൾ ഇതൊരു വലിയ ഒരു നാണക്കേടിലേക്ക് പോകുന്നു. കാരണം നമ്മളൊരു വലിയ മോഹവിലയൊക്കെ പറഞ്ഞ് വാങ്ങിയ ഒരു വണ്ടി, വലിയ അത്യാധുനിക സംവിധാനം ഉണ്ടെന്ന് പറയുന്ന ഒരു വണ്ടി വഴിയിലായി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുപോലെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പറ്റിയിട്ട് അഭ്യൂഹങ്ങളൊക്കെ ഒരുപാട് പരക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ചില ഒരു ഹെവി നാഷണലിസം പറയുന്ന ചില ആൾക്കാർ, ഒരു തീവ്ര ദേശീയവാദികളായിട്ടൊക്കെ ഉള്ള ആൾക്കാർ, ദോഷൈക ദൃക്കുകളല്ല അവരെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ഇത് അവാസ്തവമായതുകൊണ്ട് നമുക്ക് എത്ര രാജ്യസ്നേഹം ഉണ്ടെങ്കിലും അവാസ്തവമായ കാര്യം പ്രചരിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ ഇന്ത്യ ആക്രമിച്ചിട്ടോ തകർത്തിട്ടോ ഒന്നും അല്ല, ജാം ചെയ്തിട്ടോ ഒന്നും അല്ല. സാധാരണഗതിയിൽ ഡ്രോണുകളെയൊക്കെ ജാം ചെയ്യാൻ കഴിയും. അതിൻ്റെ തരംഗങ്ങൾ, അത് ആളില്ല വിമാനങ്ങളാണല്ലോ, അത് പോകുന്ന ഈ പറയുന്ന റേഡിയോ ഫ്രീക്വൻസികളിൽ കൂടെയാണ്, അതിൻ്റെ നിയന്ത്രണത്തിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതിനെയൊക്കെ മാറ്റിയും ഈ പറയുന്ന വലിയ ലേസർ സംവിധാനം ഉപയോഗിച്ചൊക്കെ തകർക്കാനൊക്കെ കഴിയും. ഇവിടെ അങ്ങനെ ഒരു നീക്കം പോലും നടന്നിട്ടില്ല. അങ്ങനെ ഒരു റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചൊന്നും യുദ്ധവിമാനത്തിനെ ജാം ചെയ്യിക്കാനോ തകർക്കാനോ ഒന്നും കഴിയില്ല. ലേസർ ആക്രമണം നടത്താൻ കഴിയും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഇന്ധനത്തകരാറുണ്ടായി, കാലാവസ്ഥ പ്രതികൂലമായി, ഇന്ധനത്തിൻ്റെ കുറവുണ്ടായി. അങ്ങനെ വന്നതുകൊണ്ടാണ് അവർ താഴേക്ക് ഇറക്കിയത്. ഇന്ധനം ഫില്ല് ചെയ്ത കാര്യത്തിൽ പോലും സംശയങ്ങളുണ്ട്. കാരണം JP5, JP8 തുടങ്ങിയ നാറ്റോ ഗ്രേഡുള്ള, നാറ്റോയുടെ ഗ്രേഡുള്ള അവരുടെ സർട്ടിഫിക്കേഷനുള്ള ഫ്യൂലൊക്കെയാണ് അതിൻ്റെ അകത്ത് നിറയ്ക്കുന്നത്. ഇവിടെ അങ്ങനത്തെ ഫ്യൂലാണോ നിറച്ചതെന്നുള്ള കാര്യത്തിനൊക്കെ സംശയമുണ്ട്. അങ്ങനെ നിറച്ചോ എന്ന് പോലും അറിയില്ല. അങ്ങനെ നിറയ്ക്കാനുള്ള സാധ്യതയും കുറവാണ്. കാരണം അത്രയും വില കൂടിയ $1 ബില്യൺ വില വരുന്ന ഒരു യുദ്ധവിമാനത്തിൽ അവർ അത്തരത്തിലുള്ള ഒരു ഫ്യൂവൽ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഏവിയേഷൻ ഫ്യൂൽ ഇവരുടെ ഡിഫൻസ് ഏവിയേഷൻ ഫ്യൂൽ തന്നെയാണ്. പക്ഷേ അതിലെങ്കിലും ആ സർട്ടിഫിക്കേഷനും ഗ്രേഡിലും വ്യത്യാസമുള്ളത് കൊണ്ട് അത്രയും ഫ്യൂലൊന്നും അവർ ഉപയോഗിക്കാനും സാധ്യതയില്ല. പിന്നെ ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനെപ്പറ്റി പരക്കുന്ന അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്ന അത്ര നല്ലതല്ല. കാരണം ഇന്ത്യയുടെ അടുത്ത് വന്ന, ഇന്ത്യ സഹായം കൊടുത്ത ഒരു യുദ്ധവിമാനമാണത്, ബ്രിട്ടൻ്റെ യുദ്ധവിമാനമാണ്. ഇവിടെ വന്നു, അവർ തിരിച്ചതിനെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവർക്ക് ഈ പറയുന്ന യുദ്ധവിമാനത്തിന് കേടുണ്ടായാൽ നാണക്കേടുണ്ട്. അവർക്ക് അതിനെപ്പറ്റി ഒരു മോശം റിവ്യൂ വരുന്നതിൽ അവർക്ക് പ്രശ്നമുണ്ട്. പക്ഷേ ഇന്ത്യ ഒരിക്കലും അതിനെ ജാം ചെയ്തിട്ടില്ല. ഇന്ത്യ ഒരു തരത്തിലുള്ള ഒരു ആക്രമണമോ ഒരു ഇലക്ട്രിക് വാർഫെയറോ ഒന്നും, ഇലക്ട്രോണിക് വാർഫെയർ ഒന്നും ഇന്ത്യ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വാസ്തവമായ കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.